ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് ഒരു പുളിശ്ശേരി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം വെണ്ടയ്ക്ക അരിഞ്ഞ്, ഒരു 4 വെണ്ടയ്ക്ക ഉണ്ടിത്. വെണ്ടയ്ക്ക അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു വെല്ലുള്ളി, സവാള, ഒരു 3 പച്ചമുളകും ഇതും കൂടെ അരിഞ്ഞ് ഇട്ട് യോജിപ്പിക്കുക. അതിനുശേഷം അത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച്, ഞാനിവിടെ ചട്ടി തന്നെയാണ് വെച്ച്, ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ മൂക്കുമ്പം കടുക് ഉലുവയിട്ട് താളിച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഈ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കായും ഉള്ളിയും പച്ചമുളകും കൂടി അതിലേക്ക് ഇടുക. ഇട്ടത് നല്ലോണം ഒന്ന് വഴറ്റുക. ഒരുപാട് ഡ്രൈ ആകരുത്, ആ രീതിയിലൊന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മോരൊഴിക്കണം. നല്ല കട്ടി മോര്, തൈരല്ല, കട്ടി മോരൊഴിക്കണം. കുറച്ച് മോരൊഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടിയും ഇട്ട് അതവിടെ അടച്ച് വെച്ച് ആ തൈരിനകത്ത് കിടന്ന്, കുറച്ച് തൈരല്ല ശരിക്കും മോര്, ഉടച്ച തൈര്, വെള്ളം ചേർക്കാത്ത ആ തൈരിനകത്ത് കിടന്ന് ആ വെണ്ടയ്ക്കയും പച്ചമുളകും ഉള്ളി നന്നായിട്ടൊന്ന് വേകണം. വെന്ത് കഴിയുമ്പം നമ്മൾ അതിലേക്ക് ഒരു അരമൂടി നാളികേരവും ജീരകവും പച്ചമുളകും കൂടെ നല്ല മഷി പോലെ, വെണ്ണ പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമ്മൾ ഇത് അരയ്ക്കുന്നത് തൈരൊഴിച്ചാണ് അരയ്ക്കുന്നത്, വെള്ളമല്ല, തൈരൊഴിച്ച് അരച്ചെടുത്തിട്ട് നമ്മൾ അപ്പോഴത്തേക്ക് ഈ ഉള്ളി പച്ചമുളകും വെണ്ടയ്ക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഉടയരുത്, കഷണമായിട്ട് ഇങ്ങനെ കിടക്കണം. അങ്ങനെ വെന്ത് ആ തൈരിൻ്റെ പുളിപ്പും ഈ വെണ്ടയ്ക്കയും ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേകുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കണം. ആ വെല്ലവുമായിട്ട് ഇത് യോജിച്ച് ആ പുളിപ്പും മധുരവും എരിവും എല്ലാം കൂടെ ചേർന്ന്, കറിവേപ്പിലയുടെ മണവും എല്ലാം കൂടെ ചേരുമ്പോൾ വളരെ രുചികരമാണ്. അതിലേക്ക് നമ്മൾ തൈരിനകത്ത് നാളികേരവും ജീരകവും പച്ചമുളകും കൂടെ വളരെ നൈസായിട്ട് അരച്ചത് ഇതിലേക്ക് കലക്കിയതാണിത്. കലക്കി പിന്നീട് ഇത് കടുവൊന്നും മറക്കണ്ട, കലക്കിയിട്ട് ഒന്ന് ചൂടാകാൻ അനുവദിക്കുക. ഒരുപാട് ചൂടാകണ്ട, തിളയ്ക്കാൻ അനുവദിച്ചാൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ആ ചട്ടിയുടെ ചൂട് മതി. അങ്ങനെ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന, തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടിപൊളി സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക പുളിശ്ശേരിയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ രുചികരമാണ്. ഇതിൻ്റെ കഷണവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാം, വേറെ ഒന്നും വേണ്ട. ഈ വെണ്ടയ്ക്കായും പച്ചമുളകും വെണ്ടയ്ക്കായും ഉള്ളി, ആ കഷ്ണങ്ങളെല്ലാം കൂടെ മതി നമുക്ക് ഊണ് കഴിക്കാൻ. ഇത് എത്ര ദിവസം വേണേലും ഇരിക്കും, ഒരു കേടും വരില്ല. ഇതിനകത്ത് വെള്ളം തൊട്ടിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു പുളിശ്ശേരി നിങ്ങളെല്ലാവരും വയ്ക്കാൻ ശ്രമിക്കണം. ഇന്ന് ഇവിടെ പുളിശ്ശേരി, മാങ്ങ ചമ്മന്തി, ചീര, അവിയൽ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. പുളിശ്ശേരി, ചമ്മന്തി, ചീര, അവിയൽ, സംഭാരം, ഇത്രയാണ് ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങൾ. നിങ്ങളെല്ലാവരും ഞാനിന്ന് തയ്യാറാക്കിയ വെണ്ടയ്ക്ക പുളിശ്ശേരി വയ്ക്കാൻ ശ്രമിക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ പലതരം പുളിശ്ശേരികൾ ഉണ്ടാക്കുമല്ലോ. ഞാൻ ഇതിപ്പോൾ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ എടുത്ത വീഡിയോ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. ഇത് ഓറലായിട്ട് കേട്ടാലും അറിയാമല്ലോ എല്ലാവർക്കും ഇത് ചെയ്യാൻ. നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരി വയ്ക്കുന്നുണ്ട്, മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്നുണ്ട്, നമ്മൾ വെള്ളരിക്ക പുളിശ്ശേരി വയ്ക്കുന്നുണ്ട്. അങ്ങനെ പുളിശ്ശേരികൾ പലത് വയ്ക്കുന്നുണ്ടല്ലോ. ഇതൊരു ഡിഫറൻ്റായ പുളിശ്ശേരിയാണ്. നിങ്ങളെല്ലാവരും ഈ പുളിശ്ശേരി വയ്ക്കാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. എല്ലാവരും എൻ്റെ ചാനലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ പുളിശ്ശേരി ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം.
സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളോടെല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു സോ മച്ച്.